അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്, നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? സെർപെന്റൈൻ ലെയറിംഗ് ആണ്. ഓക്കെ, സോ സെർപെന്റൈൻ ലെയറിംഗ്, ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്. ചെറിയൊരു ടോപ്പിക്കാണ്. നമ്മൾ ഈ ഒരു ചെറിയ ടോപ്പിക് മാത്രമേ നമ്മൾ ഇന്ന് നോക്കുന്നുള്ളൂ. ഓക്കെ, സോ ഇൻ പ്ലാന്റ്സ് ലൈക്ക് പെപ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുരുമുളകില്ലേ, കുരുമുളക് ചെടി, അതുപോലെ തന്നെ layering can be done by bending the long branches into the soil. പറയുന്നതെന്ന് പറഞ്ഞാല് കുരുമുളകില്ലേ, കുരുമുളക് നമ്മളിങ്ങനെ മരത്തിനകത്ത് ഇങ്ങനെ പടത്തിയല്ലേ വിടുന്നത്, മരത്തിനകത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പിലോ അങ്ങനെ എവിടെയെങ്കിലും പടത്തിയല്ലേ വിടുന്നത്. അപ്പം ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാല് അതിനകത്ത് ലെയറിങ് എങ്ങനെയാ ചെയ്യുന്നത്? അങ്ങനെയുള്ള പടത്തി വിടുന്ന ചെടികളിൽ, വിടുന്ന പ്ലാന്റുകളിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാവല്, അല്ലെങ്കിൽ അതുപോലെ ആണെങ്കിൽ നമ്മുടെ പാവല്, അതുപോലെ ഗ്രേപ്സ്, മുന്തിരി, പിന്നെ ഏതാ ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ പെപ്പർ, ഇതിനകത്തൊക്കെ ലെയറിങ് എങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാവോ? ലെയറിങ് ക്യാൻ ബി ഡൺ ബൈ ബെൻഡിങ് ദി ലോങ് ബ്രാഞ്ചസ് ഇൻ ടു ദി സോയിൽ. ഇതിനകത്ത് ഇങ്ങനെ കുറെ നീളത്തിൽ, ഇതിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കി, ഇവിടെ നിങ്ങൾക്ക് 2-3 പിക്ചർ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിപ്പം ഇങ്ങനെ പോകുന്ന ഒരു പ്ലാന്റ്, ഈ പ്ലാന്റ് ശ്രദ്ധിച്ചു, ഇത് ഇങ്ങനെ അതിനകത്ത് ഇങ്ങനെ പടർന്നു പോകുന്ന ഒരു ബ്രാഞ്ച് ആണെന്ന് വെച്ചു. അപ്പൊ ഇത് മേളിലോട്ട് പോകുന്നതിന് പകരം ഇതിനെ എന്ത് ചെയ്തു? ഇതിനെ വളച്ച് ഇങ്ങനെ താഴോട്ട് കൊണ്ടുവന്ന് നിർത്തി. ഓക്കെ, അപ്പൊ bending the long branches into the soil. ഈ സോയിലിനകത്ത്, മണ്ണിനകത്തോട്ട് കൊണ്ടുവന്ന് വളച്ചു നിർത്തി. ആൻഡ് കവറിംഗ് ദി ബ്രാഞ്ചസ് വിത്ത് സോയിൽ അറ്റ് ഇന്റർവെൽസ് ഓർ നോട്ട്സ്. ഓക്കെ, ഇന്റർവെൽസ് അല്ലെങ്കിൽ നോട്ട്സ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ നേരത്തെ നമ്മൾ ഇതിന്റെ പറഞ്ഞില്ലേ, ഇവിടെ ലെയറിങ്ങിന്റെ നമ്മുടെ ഗുവാവയുടെ പറഞ്ഞില്ലേ, ഇവിടുന്ന് ഇങ്ങനെ പൊട്ടി മുളയ്ക്കുന്നതിനെയാണ് നമ്മൾ നോട്ട്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ബെൻഡ് ചെയ്ത, നമ്മളിപ്പം നമ്മുടെ കയ്യിലെടുത്തിട്ട് ബെൻഡ് ചെയ്ത ആ ഒരു സാധനം, അല്ലെങ്കിൽ നമ്മളൊരു ഇതെടുത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ, ആ ഒരു ബ്രാഞ്ച് എടുത്ത്, നീളമുള്ള ബ്രാഞ്ച് എടുത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ, അതിനകത്ത് ഇങ്ങനെ പൊട്ടിമുളച്ച് ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ അതിനകത്ത് പൊട്ടിമുളച്ച് ഇലയോ അല്ലെങ്കിൽ ഒരു അടുത്ത ബ്രാഞ്ച് വരുന്ന രീതിയിൽ നമുക്ക് കാണാം. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ വളച്ചു വെക്കുന്ന ഈ മണ്ണിനകത്ത് ടച്ച് ചെയ്യുന്ന പാർട്ട് ഏതായിരിക്കും? ഈ അതിനകത്ത് ഇതിനകത്ത് നോഡുള്ള പാർട്ട് അല്ലെങ്കിൽ ഇന്റർവെൽ ഉള്ള പാർട്ട് ആയിരിക്കും. ആ ഇന്റർവെല്ലുള്ള പാർട്ടിനെ നമ്മൾ മണ്ണിനകത്തോട്ട് മുട്ടി വെച്ചിട്ട് അതിന്റെ മണ്ടയിൽ നമ്മൾ എന്ത് ചെയ്യും? സോയിൽ ഇട്ട് കവർ ചെയ്യും. കവറിംഗ് ദി ബ്രാഞ്ച് വിത്ത് സോയിൽ അറ്റ് ഇന്റർവെൽസ് അല്ലെങ്കിൽ നോട്ട്സ് അല്ലെങ്കിൽ ഇന്റർവെൽസ്. ഓക്കെ, ഇൻ ദിസ് വേ മൾട്ടിപ്പിൾ സാപ്ലിങ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് സൈമൾട്ടേനിയസ്ലി ഫ്രം എ ബ്രാഞ്ച്. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരേ ബ്രാഞ്ചിൽ നിന്ന് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള എന്ത് ചെയ്യാൻ പറ്റും? സാപ്ലിങ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ബ്രാഞ്ചിൽ നിന്ന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള സാപ്ലിങ്സ് എന്ന് പറയുമ്പോൾ, ഇപ്പൊ നോക്കിക്കോണേ, ഈ ഒരു ബ്രാഞ്ച്. ഓക്കെ, ഈ ഒരു ബ്രാഞ്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ പോയേക്കുന്ന ഒരു ബ്രാഞ്ച്. ഓക്കെ, ഈ പോയേക്കുന്ന ഒരു ബ്രാഞ്ച് എന്ന് പറയുന്നത് ഒറ്റ ബ്രാഞ്ച് ആണ്. ഓക്കെ, ഈ ഒറ്റ ബ്രാഞ്ചിൽ നിന്ന് ഇവിടെ ഒരു നോഡ് ഉണ്ട്. നിങ്ങൾ ഈ ഇതിപ്പോ തറയിൽ നിൽക്കുക എന്നുള്ളത് നിങ്ങൾ ഇപ്പൊ തൽക്കാലത്തേക്ക് ഇമാജിൻ ചെയ്യേണ്ട. ഓക്കെ, ഇതിങ്ങനെ മേളിലോട്ട് പോകേണ്ട ഒരു ബ്രാഞ്ച് ആയിരുന്നു. ആ ബ്രാഞ്ചിനെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടുന്ന് നമ്മൾ വളച്ചെടുത്തു. ഓക്കെ, വളച്ചെടുത്തതിനകത്ത് നിങ്ങളിപ്പോ ഇത് മണ്ണിൽ ഇങ്ങനെ നട്ടു വെച്ചേക്കാന്നുള്ള ഒരു അസ്യൂം ചെയ്യേണ്ട, നിങ്ങൾ നട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെ വിചാരിച്ചു. അപ്പം ഇവിടുന്ന് ഇങ്ങനെ വളച്ചെടുത്ത ഈ ഒരു ബ്രാഞ്ച് ഇവിടുന്ന് ഇങ്ങനെ അതിന് പുതിയൊരു ബ്രാഞ്ച്, അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു പുതിയൊരു ലീഫ് ഇങ്ങനെ പൊട്ടിമുളച്ച് ഇവിടുന്ന് ഒരു ബ്രാഞ്ച് ആയിട്ട് പോകേണ്ടതായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു ബ്രാഞ്ച് ആയിട്ട് ഇവിടെ അതിനൊരു നോഡ് ഉണ്ടായിരുന്നു, ഇവിടുന്ന് ബ്രാഞ്ച് ആയിട്ട് പോകേണ്ടതായിരുന്നു. ഓക്കെ, ഇവിടെ ഒന്നും അതിന് നോഡില്ല. ഓക്കെ, ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെയോ ഒന്നും അതിനൊരു നോഡില്ല. ഇവിടെയോ ഒന്നും ഒരു നോഡില്ല. നോഡ് ഇല്ലാത്തത് കൊണ്ടാണ് അവിടുന്ന് പുതിയൊരു ഇത് മുളയ്ക്കാത്തത്. ഓക്കെ, അപ്പം ഇവിടെ മാത്രം 2 നോഡ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഈ 2 നോഡ് ഉണ്ടായിരുന്നതിനെ ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഈ പ്ലാന്റിൽ നിന്ന് ഞാൻ ആ ബ്രാഞ്ച് എടുത്തു. ഞാൻ ആ ലോങ് ബ്രാഞ്ച് എടുത്തിട്ട് എന്ത് ചെയ്തു? അതിനെ വളച്ച് ഞാൻ എന്ത് ചെയ്തു? തറയിൽ മണ്ണിനകത്ത് മുട്ടിച്ചു. ഓക്കെ, മണ്ണിനകത്ത് മുട്ടിച്ചിട്ട് ഞാൻ അതിന്റെ മണ്ടയിൽ മണ്ണിട്ടങ്ങ് കവർ ചെയ്തു. ഓക്കെ, എന്ത് ചെയ്തു? മണ്ണിട്ട് അതിന്റെ മണ്ടഭാഗം ഞാൻ കവർ ചെയ്തു. ഓക്കെ, സോ മണ്ണിട്ട് ഞാൻ അതിന്റെ മണ്ടഭാഗം കവർ ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ആ ബ്രാഞ്ച് ഇനി നീളം കിടക്കും, ആ ബ്രാഞ്ചിന്. ഓക്കെ, ആ ബ്രാഞ്ചിന് ഇനി നീളം കിടക്കാൻ നേരം ആ ബ്രാഞ്ച് തന്നെ ഞാൻ എടുത്തു. അപ്പം നോക്കിയപ്പോൾ എവിടെ ഒരു നോഡ് ഉണ്ട്? ഇവിടെ ഒരു നോഡ് ഉണ്ട്. ഓക്കെ, ഈ നോഡിനെ ഞാൻ എന്ത് ചെയ്തു? ആ നോഡ് ഞാൻ മണ്ണിനകത്ത് വെച്ചു. മണ്ണിനകത്ത് വെച്ചിട്ട് ഞാൻ അതും മുകൾ ഭാഗം മണ്ണുകൊണ്ട് കവർ ചെയ്തു. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും? അപ്പോൾ ഇവിടെ നിന്ന് പുതിയ ഒരു ഇല അല്ലെങ്കിൽ പുതിയ ഒരു പ്ലാന്റ് ആയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അതിങ്ങനെ വളർന്നു വരും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഇവിടുന്നും ഒരു പുതിയ പ്ലാന്റ് പോലെ വളർന്നു വരും. ഓക്കെ, ഇതിനെയാണ് എന്ത് പറയുന്നത്? സെർപെന്റൈൻ ലെയറിംഗ് എന്ന് പറയുന്നത്.
In this way, multiple saplings can be produced simultaneously from a single branch. ഒരു സിംഗിൾ ബ്രാഞ്ച് ഇതെന്ന് പറയുന്നത് സിംഗിൾ ബ്രാഞ്ച് ആണ്. ഓക്കെ, ഈ ഒരു സിംഗിൾ ബ്രാഞ്ചിൽ നിന്നും നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് ഇതൊരെണ്ണം അല്ലെ, ഇതൊരെണ്ണം ഇതിപ്പോ രണ്ടാമത്തത്. ഓക്കെ, അപ്പൊ ഇതുപോലെ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒന്നിൽ കൂടുതൽ സാപ്ലിങ്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ പോയിരുന്ന ഒരു ബ്രാഞ്ചിനെ, നീളമുള്ള ബ്രാഞ്ചിനെ വളച്ച് ഇവിടെ ഒരു നോഡ് ഉണ്ടായിരുന്നു, അപ്പോൾ ഇവിടെ ഒരു പ്ലാന്റ് സാപ്ലിംഗ് വന്നു, ഇവിടെ ഒരു നോഡ് ഉണ്ടായിരുന്നു, ഇവിടെ ഒരു സാപ്ലിംഗ് വന്നു, ഇവിടെ ഒരു നോഡ് ഉണ്ടായിരുന്നു, ഇവിടെ ഒരു സാപ്ലിംഗ് വന്നു. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചു നോക്കി, ഇവിടെ കണ്ടോ മുളച്ചിരിക്കുന്നത്? ഓക്കെ, ഇവിടെ മുളച്ചിരിക്കുന്നത് കണ്ടോ? ഇവിടെ ഇവിടെ നിൽക്കുന്നത് കണ്ടോ? പക്ഷെ അത് മണ്ണിൽ മുട്ടിയാണോ നിൽക്കുന്നത്? അല്ല, മണ്ണിൽ മുട്ടി അത് നിൽക്കാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നില്ല? അവിടെ റൂട്ട് ഉണ്ടാകുന്നില്ല. അപ്പൊ നമുക്ക് ഈ പാർട്ട് എടുത്ത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ പോലെ പെട്ടെന്ന് നമുക്ക് വളർന്നു കിട്ടും. എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടവും കട്ട് ചെയ്യുന്നു, ഇവിടവും കട്ട് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഈ ഒരു പ്ലാന്റിനെ അല്ലെങ്കിൽ ഇവിടെ കട്ട് ചെയ്തിട്ട് ഇവിടവും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ ഈ ഒരു പ്ലാന്റിനെ എടുത്ത് നടുക. അത് വളരുവോ? പെട്ടെന്ന് വളരുവോ? ഇല്ല. എന്തുകൊണ്ട് വളരില്ല? അതിനകത്ത് റൂട്ട് മുളച്ച് വന്നിട്ടില്ല, അതുകൊണ്ട് അത് പെട്ടെന്ന് വളരത്തില്ല. ആ സമയം നിങ്ങൾ ഇതാണ്ട് ഇവിടെ നിന്നുള്ളത് ഇവിടവും കട്ട് ചെയ്തിട്ട് ഇതിനെ നമ്മൾ പിഴുതെടുത്തു. ഓക്കെ, ഇതിനെ പിഴുതെടുത്തിട്ട് നമ്മൾ വേറൊരിടത്ത് കൊണ്ട് നടുവാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? എത്രയും പെട്ടെന്ന് തന്നെ അത് കിളിക്കും. കാര്യം എന്തുകൊണ്ട്? അവിടെ റൂട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ മണ്ണിൽ മുട്ടി നിന്നാൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? അവിടെ റൂട്ട് വരത്തുള്ളൂ. ആ ഡൗട്ട് കഴിഞ്ഞല്ലോ? ഓക്കെ ആയല്ലോ? മനസ്സിലായല്ലോ? അപ്പം ഇവിടെ മണ്ണിൽ മുട്ടിയിട്ടില്ല, ഇവിടവും മണ്ണിൽ മുട്ടിയിട്ടില്ല, അതുകൊണ്ട് അവിടെ എന്ത് സംഭവിച്ചിട്ടില്ല? റൂട്ട് വന്നിട്ടില്ല. ഇതും നോഡാണ്, ഇവിടെ ഇതും നോഡാണ്, നിങ്ങൾ ഈ കാണുന്നതും നോഡാണ്, ഇവിടെ ഉള്ളതും നോഡാണ്, ഇതാണ്ട് ഈ കാണുന്നത് നോഡാണ്. പക്ഷെ ഇവിടെ ഒന്നും എന്ത് സംഭവിച്ചിട്ടില്ല? റൂട്ട് വന്നിട്ടില്ല. എന്തുകൊണ്ട് വന്നിട്ടില്ല? അത് സോയിലിൽ മുട്ടി നിൽക്കാത്തത് കൊണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ? ഈ പോയിന്റ് ഓർത്ത് വെച്ചോണം. മൾട്ടിപ്പിൾ സാപ്ലിങ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് സോറി ഓക്കെ, മൾട്ടിപ്പിൾ സാപ്ലിങ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് സൈമൾട്ടേനിയസ്ലി ഫ്രം എ സിംഗിൾ ബ്രാഞ്ച്. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഏത് തരം ലെയറിംഗിൽ നിന്നാണ്, എയർ ലെയറിംഗ് ആണോ, അല്ലെങ്കിൽ എയർ ലെയറിംഗ് എന്ന് പറയുന്നത് നമ്മളിതിപ്പോ എയറിലല്ലേ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ആകാശത്ത് ഇതൊരു എയറിൽ നിൽക്കുമല്ലേ, ഇതിപ്പോ മാനത്ത് നിൽക്കുമല്ലേ, മാനമല്ല സോറി, ആകാശത്ത് നിൽക്കുമല്ലേ, എയറിൽ നിൽക്കുമല്ലേ ഇത്. അവിടെ ആണല്ലോ നമ്മൾ ലെയർ ചെയ്തത്. ഈ പ്ലാന്റിൽ ഇപ്പൊ ഗുവാവയിൽ ചെയ്തത് ഇത് എയർ ലെയറിംഗ് ആണ്. ഓക്കെ, അപ്പം ഇതിനെയാണ് സെർപെന്റൈൻ ലെയറിംഗ് എന്ന് പറയുന്നത്. ഇതുപോലെ നമുക്ക് മണ്ണിൽ ഇതുപോലെ ചെയ്ത് ഒരു ബ്രാഞ്ചിൽ നിന്ന് മൾട്ടിപ്പിൾ സാപ്ലിംഗ് ഉണ്ടാക്കുന്നതിനെയാണ് സെർപെന്റൈൻ ലെയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അവിടെ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാല് multiple saplings can be produced simultaneously from a single branch and that's called serpentine layering. അപ്പോൾ ഏത് ലെയറിംഗിൽ നിന്നാണ് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സാപ്ലിങ്സ് ഒരു സിംഗിൾ ബ്രാഞ്ചിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്താണ്? സെർപെന്റൈൻ ലെയറിംഗ്. ഓക്കെ, അത് ഓർത്ത് വെച്ചോണേ. പ്ലാന്റ്സ് വിത്ത് ഡിഫറെന്റ് ലെയറിംഗ് മെത്തേഡ്സ്. അപ്പം ഇത് പ്ലാന്റിന്റെ എക്സാമ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കുക. എയർ ലെയറിംഗ് ഉണ്ട്, സെർപെന്റൈൻ ലെയറിംഗ് ഉണ്ട്. എയർ ലെയറിംഗ് നമ്മൾ നേരത്തെ മേളിൽ പറഞ്ഞതുപോലെ ഗുവാവയിൽ നമ്മൾ എയർ ലെയറിംഗ് ചെയ്തതാണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പഠിച്ചത്. അതുപോലെ കാഷ്യൂ, നമ്മുടെ പറങ്ങാണ്ടി, അതുപോലെ സപ്പോട്ട, റോസാപ്പൂ, റോസ്, ജാവാപ്പിൾ എന്ന് പറയുന്നത് ചാമ്പയ്ക്ക, ഫിഗ് എന്ന് പറയുന്നത് അത്തിമരം, അതുപോലെ തന്നെ ആൽമണ്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബദാം. ഓക്കെ, അതാണ് എയർ ലെയറിംഗ്. ഈ പറഞ്ഞതാണ് എയർ ലെയറിംഗ്. ഓക്കെ, മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇതാണ് സെർപെന്റൈൻ ലെയറിംഗ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞതാണ് സെർപെന്റൈൻ ലെയറിംഗ്. മൾട്ടിപ്പിൾ ആയിട്ടുള്ള എന്ത് സംഭവിക്കും? മൾട്ടിപ്പിൾ ആയിട്ടുള്ള സാപ്ലിങ്സിനെ നമുക്ക് ഒരു സിംഗിൾ ബ്രാഞ്ചിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ത് പറയുന്നത്? സെർപെന്റൈൻ ലെയറിംഗ് എന്ന് പറയുന്നത്. അതിനെ മണ്ണുകൊണ്ട് മൂടണം, ഇന്റർവെല്ലിൽ നോട്ട്സിലായിരിക്കണം മൂടുന്നത്, അതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം അറിയാലോ. അതുപോലെ സെർപെന്റൈൻ ലെയറിംഗിന് എക്സാമ്പിൾ ആണ് ബോഗൻവില്ല. ബോഗൻവില്ല എന്ന് പറയുന്നത് കടലാസ് പൂവ്, അതുപോലെ ജാസ്മിൻ, നമ്മുടെ മുല്ലപ്പൂ ഇല്ലേ, മുല്ലപ്പൂവ്, ബീറ്റിൽ എന്ന് പറയുന്നത് നമ്മുടെ വെറ്റയില ഈ മുറുക്കാനൊക്കെ പ്രായമുള്ളവരും ഒക്കെ ഉപയോഗിക്കത്തില്ല, അതിനകത്തൊരു ഇല ഉപയോഗിക്കത്തില്ല, അതാണ് ബീറ്റിൽ. അതുപോലെ തന്നെ പെപ്പർ, നമ്മുടെ കുരുമുളക് എക്സാമ്പിൾ പറഞ്ഞതായിരുന്നു. ഗ്രേപ്സ് എന്ന് പറയുന്നത് മുന്തിരിങ്ങ, അതിലും ഞാൻ എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞതായിരുന്നു. ക്രൈസാന്തമം എന്ന് പറയുന്നത് ചെണ്ടുമല്ലിപ്പൂവിനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എക്സാമ്പിൾ. അപ്പം ഇതുകൂടി നോക്കാം. കൺസിഡർ സം പെക്യുലിയാരിറ്റീസ് ഓഫ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ലെയറിംഗ്. ലെയറിംഗ് വഴി ചെയ്യുന്ന പ്ലാന്റിന്റെ കുറച്ച് സവിശേഷതകൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ പറയാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പെക്യുലിയാരിറ്റീസ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കത് നോക്കാം. അപ്പം possesses the qualities of mother plant. അപ്പം നമുക്ക് അഡ്വാൻറ്റേജസിനെ നമുക്ക് ടിക്ക് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം. ഡിസഡ്വാൻറ്റേജസിനെ നമുക്ക് ഒരു ഇൻറ്റു മാർക്ക് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇൻറ്റു മാർക്ക് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം. സോ possess the qualities of mother plant. ഇതെന്ന് പറയുന്നത് എന്താണ്? മദർ പ്ലാന്റിന്റെ ക്വാളിറ്റീസ് അതിനുണ്ട്, ലെയറിംഗ് ചെയ്യുന്ന പ്ലാന്റിനുണ്ട് എന്ന് പറയുന്നത് ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അതൊരു എന്താണ്? അഡ്വാൻറ്റേജ് ആണ്.
അടുത്തത് സ്മോൾ സൈസ് ആൻഡ് ഷോർട്ട് ലൈഫ് സ്പാൻ. ചെറിയ സൈസ് ആയിരിക്കും, അതുപോലെ തന്നെ ഷോർട്ട് ലൈഫ് സ്പാൻ ആയിരിക്കും. കുറഞ്ഞ ജീവിതമായിരിക്കും അതിനുള്ള ഉണ്ടാകുന്നത്, കുറഞ്ഞ ആയുസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ആയുസ്. അതെന്താണ്, ഒരു സവിശേഷതയാണോ, ഒരു അഡ്വാൻറ്റേജ് ആണോ അതിന്റെ? അല്ല. എന്താണ് അത്? ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പം അതിനെ നമുക്ക് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഏർലി ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ്. എത്രയും പെട്ടെന്ന് തന്നെ അതിനകത്ത് ഫ്ലവറും ഉണ്ടാകും, അതുപോലെ തന്നെ നമുക്ക് ഫ്രൂട്ട്സ് ലഭിക്കും. അതെന്താണ്, ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ. അടുത്തതെന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് ടാപ്പ് റൂട്ട് സിസ്റ്റം. ആബ്സെൻസ് ഓഫ് ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾ ഈ റൂട്ട്സിന്റെ തന്നെ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം, ടാപ്പ് റൂട്ട് സിസ്റ്റം നിങ്ങൾ അങ്ങോട്ട് പോകുന്നു, ഇനി മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ പഠിക്കും. ഓക്കെ. അപ്പം ആബ്സെൻസ് ഓഫ് ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇത് ഓർത്ത് വെച്ചോണേ. അതുപോലെ തന്നെ റിക്വയർ മോർ കെയർ. അതിന് കൂടുതൽ എന്ത് വേണം, കൂടുതൽ കെയർ വേണം, കൂടുതൽ നമ്മൾ അതിനെ സംരക്ഷിക്കണം. അതെന്താണ്, അതും ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ. അപ്പം ഈ പറയുന്നതിന് 2 അഡ്വാൻറ്റേജസും 3 ഡിസഡ്വാൻറ്റേജസ് ആണ് ഉള്ളത്. ഓക്കെ. ഇതുകൂടി നോക്കാം. റൂട്ടിംഗ് ബൈ ഡിപ്പിംഗ്. ഓക്കെ. റൂട്ടിംഗ് ബൈ ഡിപ്പിംഗ്. ഡിപ്പിംഗ് ദി ടിപ്പ് ഓഫ് സ്റ്റെം കട്ടിങ്സ്. ഈ നമ്മൾ കട്ട് ചെയ്യുന്ന സ്റ്റെം ഇല്ലേ, അതിന്റെ അറ്റം, അഗ്രഭാഗം in solutions containing plant hormones like auxin speeds up root formation. അപ്പം ഈ ഓക്സിൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്ലാന്റ് ഹോർമോൺ ആണ്. ഓക്കെ. ഈ പ്ലാന്റിനെ നമ്മൾ വളർത്താനായിട്ട്, റൂട്ടിനെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ റൂട്ട് ഉണ്ടാവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സൊല്യൂഷൻ ആണ് എന്ത്, ഓക്സിൻ. അതുപോലെ കുറെ ഗിബെർലിൻ, ഓക്സിൻ, അങ്ങനെ കുറെ പ്ലാന്റ് ഹോർമോൺസ് ഉണ്ട്. അത് നിങ്ങൾ മുതിർന്ന ക്ലാസ്സിലോട്ട് പഠിക്കും. ഓക്കെ. അപ്പം ഈ കട്ട് ചെയ്തെടുത്ത സ്റ്റെമ്മിനെ നമ്മൾ ഈ സൊല്യൂഷൻ കണ്ടെയ്നിങ്, ഈ ഓക്സിൻ അടങ്ങിയിരിക്കുന്ന ഒരു സൊല്യൂഷൻ, നമ്മൾ ഉപ്പോളം എന്നൊക്കെ പറയില്ലേ, ഉപ്പ് ആഡ് ചെയ്യില്ലേ വെള്ളത്തിനകത്ത്, അതുപോലെ ഓക്സിൻ ആഡ് ചെയ്ത വെള്ളത്തിനകത്ത് നമ്മൾ മുക്കി വെക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും, അതിന്റെ സ്പീഡ്സ് ഓഫ് റൂട്ട് ഫോർമേഷൻ, അതിന്റെ റൂട്ട് ഉണ്ടാകുന്നത് എന്ത് സംഭവിക്കും, നല്ല സ്പീഡിൽ ഉണ്ടാകും, എത്രയും പെട്ടെന്ന് തന്നെ റൂട്ട് ഉണ്ടാകും. ഓക്കെ. This practice is widely used nowadays to enhance the success rate of vegetative propagation using stem cuttings. അപ്പം ഈ ഒരു പ്രാക്ടീസ്, ഈ ഒരു രീതി ഇപ്പോൾ വൈഡ്ലി യൂസ് ചെയ്യുന്ന, എന്താണെന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് വളരെ സുലഭമായി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് nowadays. എന്തിനു വേണ്ടി? എൻഹാൻസ് ചെയ്യാൻ വേണ്ടി, കൂട്ടാൻ വേണ്ടി, ദ സക്സസ് റേറ്റ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ യൂസിങ് സ്റ്റെം കട്ടിങ്സ്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്താണെന്ന് അറിയാലോ, പ്ലാന്റിന്റെ പാർട്സിനെ കട്ട് ചെയ്ത് അതിനെ യൂസ് ചെയ്ത് നമ്മൾ പുതിയ സാപ്ലിങ്സിനെ ഉണ്ടാക്കുന്നതിന് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന്റെ സക്സസ് റേറ്റിനെ, അത് വിജയിക്കാനായിട്ട്, അതിന്റെ സക്സസ് റേറ്റിനെ വിജയിക്കാനുള്ള ചാൻസസിനെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് എന്ത്, ഓക്സിൻ. അതിന്റെ സ്റ്റെം കട്ടിങ്ങിന്റെ എൻഡിങ് നമ്മൾ ഓക്സിനിൽ മുക്കി വയ്ക്കുന്നു. എന്നാൽ അതിനെന്ത് സംഭവിക്കും, പെട്ടെന്ന് റൂട്ടിന്റെ പ്രൊഡക്ഷൻ അതിന് കൂടും, സ്പീഡിലാവും, എത്രയും പെട്ടെന്നാവും. ഓക്കെ. അപ്പൊ ഇത്രയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നുമില്ല, ഇത് ഡിസഡ്വാൻറ്റേജും അഡ്വാൻറ്റേജും ഇതിനകത്ത് തരംതിരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പം അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ കാണാം. അപ്പം ഈ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. അതുപോലെ വേറെ ക്ലാസ്സുകൾ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ. അപ്പം എല്ലാവർക്കും അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ.